സ്വാമിയെ ശരണമയ്യപ്പ. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും സഹകരണത്തോടെ കഴിഞ്ഞ 4 വർഷമായി ഉദയംപേരൂർ നടക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് ഓപ്പോസിറ്റായിട്ട് അന്നദാന മണ്ഡപവും വിശ്രമ കേന്ദ്രവും വളരെ ഭംഗിയായി നടക്കുകയാണ്. ഞങ്ങൾ മലപ്പുറത്തുനിന്ന് മലപ്പുറം നിലമ്പൂർ വണ്ടൂർ ഭാഗത്തുനിന്ന് വരുന്നതാണ്. പുന്നപ്പാല ക്ഷേത്രത്തിൽ നിന്ന് കെട്ടി നിറച്ച് വരുന്നതാണ്. ഇങ്ങനെയുള്ള സൗകര്യം ചെയ്തതിന് വളരെയധികം നന്ദി. വൃശ്ചികം 1 മുതൽ ഹൈന്ദവ സേവാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കാവ് ക്ഷേത്ര മൈതാനത്ത് അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യവും അതുപോലെ അന്നദാനവും അതുപോലെ തന്നെ ചികിത്സാ സഹായങ്ങൾ, വണ്ടിയുടെ ആക്സിഡൻറ്റ് കാര്യങ്ങളിലെല്ലാം സഹായങ്ങൾ, ആ തരത്തിൽ ഒരു അന്നദാന കേന്ദ്രം നമ്മുടെ നടക്കാവിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ജാതിഭേദമന്യേ രാഷ്ട്രീയത്തിന് അതീതമായി ഒത്തിരി ആളുകളുടെ സഹകരണത്തോടെയാണ് ഈ പരിപാടി നടക്കുന്നത്. അതിന് നമ്മുടെ ഉദയംപേരൂർ നടക്കാവ് ഭാഗത്തുള്ള വ്യാപാരി വ്യവസായികൾ, അതുപോലെ തന്നെ ഇവിടെ ഹൈന്ദവ ജനത എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഈ പരിപാടി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നടക്കാവ് അന്നദാന കേന്ദ്രത്തിൽ മുഴുവൻ സമയവും എപ്പോൾ വന്നാലും സ്വാമിമാർക്ക് ഭക്ഷണം കഴിക്കാവുന്ന തരത്തിൽ അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന തരത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അത് 41 ദിവസവും നീണ്ടു നിൽക്കും. അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അയ്യപ്പന്മാർ വന്ന് പോകുന്നത് വരെ നമ്മൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. രാവിലത്തെ ഭക്ഷണം, ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണം, രാത്രി അവർ വന്ന് ഉള്ള കിടക്കാനുള്ള സൗകര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉൾപ്പെടെയാണ് നമ്മളിവിടുത്തെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ സ്ഥലമാണ്. ക്ഷേത്രത്തിൻ്റെ നമ്മൾ നിസ്സാരമായ ഒരു വാടകയ്ക്ക് വേണ്ടി നമുക്ക് വിട്ടു തന്നിരിക്കുന്നതാണ് 4 വർഷമായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടി വന്ന് പാർക്ക് ചെയ്ത് അവർക്ക് വണ്ടി എന്തെങ്കിലും എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആവുമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് വിളിച്ച് റിപ്പയർ വിളിച്ച് അത് നന്നാക്കി കൊണ്ടുപോകാനുള്ള സൗകര്യം, അതുപോലെ തന്നെ സേവാഭാരതിയുടെ ആംബുലൻസ് സൗകര്യം, അതുപോലെ തന്നെ നമ്മുടെ ചെറിയൊരു ക്ലിനിക്ക് പോലെ നമ്മളിവിടെ ഉണ്ട്. ഡോക്ടറില്ലെന്ന് മാത്രമേ ഉള്ളൂ. മരുന്നിൻ്റെ സൗകര്യം അതെല്ലാം നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഷട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ സാധാരണ മറ്റുള്ളങ്ങളിൽ പോലെയല്ല. അവർക്ക് ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും, ഇപ്പോൾ അർദ്ധരാത്രി വന്നാൽ പോലും നമ്മൾ അവർക്ക് ആഹാരം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആഹാരം നമ്മളിവിടെ തയ്യാറാക്കി കൊടുക്കും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ഉണ്ട്. അതിന് സന്നദ്ധരായിട്ടുള്ള നമ്മുടെ സ്വയം സേവരുണ്ട്. അതുകൂടാതെ തന്നെ
അയ്യപ്പ സമാജത്തിൻ്റെ പേരിലുള്ള പ്രവർത്തകരുടെ ഫുൾ ടൈം ഉണ്ട്. രാത്രി നമ്മളിവിടെ കിടക്കുവാണ്. കിടന്നിട്ട് ഗേറ്റ് മുഴുവനായിട്ട് തുറന്നിട്ടുകൊണ്ട് നമ്മളിവിടെ കിടന്ന് അവർ ഇതിലൂടെ പോവുകയാണെങ്കിൽ നമ്മളെ കണ്ടിട്ടില്ല എങ്കിൽ നമ്മൾ വിളിച്ച ഗേറ്റിലുള്ള ഭക്ഷണം അതുപോലെ എല്ലാ സൗകര്യവും നമ്മളവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. സമീപ പ്രദേശത്തുള്ള നമ്മുടെ അയൽവാസികളും അതുപോലെ തന്നെ നഗരത്തിൻ്റെ ചുമതലയുള്ള അവരെല്ലാവരും വന്ന് സാധന സാമഗ്രികളെല്ലാം വന്ന് നമുക്ക് തന്ന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ നടക്കാവ് ദേവസ്വം കരയോഗം, SNDP, മറ്റ് ഹിന്ദു സംഘടനകളെല്ലാവരുടെയും പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് ഈ സേവാകേന്ദ്രം പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്കും ഞങ്ങൾക്കും വളരെയധികം അഭിമാനമുണ്ട്. 4 വർഷത്തിനുള്ളിൽ നല്ല രീതിയിലൊരു ഭജനയും അയ്യപ്പന്മാർക്ക് ഭക്ഷണം കൊടുക്കലും അവർക്ക് ഇവിടെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അയ്യപ്പന്മാരിവിടെ വരികയും പോവുകയും അവർക്ക് തൃപ്തിപ്പെടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നും ഇത് നിലനിൽക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ആളുകളുണ്ട്, ഭക്തന്മാരുണ്ട്. തുടങ്ങിയ കാലം തൊട്ട് ഈ വർഷം വരെ നല്ല ഒരു റിപ്പോർട്ടാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. രാത്രി അയ്യപ്പന്മാർ വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഇതിനൊക്കെ ആയിട്ട് 2-3 പേര് ഇവിടെ രാത്രി ഡ്യൂട്ടി ഉണ്ടാവും. കൂട്ടായ്മയുടെ ഇതിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം വരെ. അതിൽ ഞാൻ ഭഗവാനോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. സ്വാമി ശരണം. അതുപോലെ തന്നെ നമ്മുടെ ഈ അന്നദാന കേന്ദ്രത്തിൽ പലതരം ഉൽപ്പന്നങ്ങളും ഇവിടെ സംഭാവനയായിട്ട് ഇവിടെ നമുക്ക് അർപ്പിക്കാനുള്ള സൗകര്യം നമ്മുടെ അന്നദാന കേന്ദ്രത്തിലുണ്ട്. അത് പലവ്യഞ്ജനങ്ങളാവാം, പച്ചക്കറി ആവാം, ആ തരത്തിൽ എന്ത് സാധനം ഇവിടെ കൊണ്ടുവന്നാലും ആ സാധനങ്ങളൊക്കെയാണ് നമ്മളിവിടെ സ്വാമിമാർക്ക് ഭക്ഷണമായിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രീയ കലകൾ നമുക്ക് ഇവിടെ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. അതിനും നമ്മൾ ഭക്തന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഈ കലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതിനൊരു അവസരവും കൂടി നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഭജനയായിട്ടോ അതേപോലെ തന്നെ ഭക്തിഗാന സുധയായിട്ടോ അങ്ങനെ ഒരു കച്ചേരിയായിട്ടോ സത്സംഗമായിട്ടും അതുപോലെ അയ്യപ്പ ചരിതം പരിപാടികൾ, ആ അയ്യപ്പനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പരിപാടികൾ ഇവിടെ നമുക്ക് അവതരിപ്പിക്കാനുള്ള അവസരം നമ്മുടെ ഇവിടെ സ്റ്റേജിൽ ഉണ്ട്. ഒരു ചെറിയ സ്റ്റേജ് തന്നെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതിനു വേണ്ടി. അതിനും നമ്മൾ ആളുകളെ സ്വാഗതം ചെയ്യുകയാണ്. അയ്യപ്പ പൊന്നണി കോവിലിലാടി പാടി വരുന്നുണ്ടേ, പഞ്ചഭൂത നായക കേട്ടുകൂട്ടു പോരണേ.